മാർക്കോസേ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കടാ. പെണ്ണുങ്ങളല്ലടാ പിള്ളേര്. എടാ ഗ്ലാസ് എടുത്ത് ട്രെയിനിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണം. ദാഹിച്ച് വലഞ്ഞു വേണം പാവങ്ങള്. കേട്ടോടാ, ഗോവിന്ദൻ കുഞ്ഞിന്റെ അച്ഛൻ എനിക്കിട്ട പേരാണ് ഭീമസേനൻ. പോരട്ടെ. കർത്താവെ കൂൾ ഡ്രിങ്ക്സ് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണോ? സോഡ ഒഴിച്ച് 2 പീസ് ഐസ് ഇട്ട കൂളായില്ലടാ മാർക്കോസ് മക്രി. എന്നാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേര് കുടിക്കാന്ന് പറഞ്ഞ തന്തമാര് കുടിച്ച് ലയിച്ച് കിടന്നപ്പോ ജനിച്ചതാണ് ഇവന്മാര്. കള്ളി പറഞ്ഞത് കള്ളിനോട് ഒട്ടിച്ചേരണമെന്ന പ്രമാണം. ഒട്ടിക്കോട്ടിടാ നിനക്കെന്തടാ? എനിക്കൊന്നുമില്ല. 1 2 3 4 അത് ഇത്തിരി കൂടുതലാണ്. അത് കുറച്ച. ഓക്കെ. അതാരും നോക്കൂ. അത് ഞാൻ തന്നെ നോക്കാം. ചീഫ് കുക്ക് ആണില്ലേ, നല്ല സ്ട്രോങ് ആയിട്ട്. ലെവലൊക്കെയാണ്. വെള്ളം ഒഴിച്ചില്ല. വെള്ളം ഒഴിക്കണ? വെള്ളം ഒഴിക്കണ്ടല്ലേ? ഒന്നിലൊഴിച്ചാൽ നിന്റെ പത്രോസങ്ങളെ വരുന്നേ. അത് മാറ്റണം. ലോകാവസാനം വരെ അവളുമാരിങ്ങനെ നടന്നോണ്ടിരിക്കും. ആ CD ഇടും. കാണട്രാ, ഈ കുലുങ്ങി വരുന്നതിൽ ഒരെണ്ണം നിന്റെ ഗോപികയാണെന്ന് വിചാരിക്കുന്നു. വേണ്ടെങ്കിൽ വേണ്ട, എന്നാ റസ്യാബികാന്ന് സങ്കല്പിച്ചോ. അവളിങ്ങനെ നടന്നാലുണ്ടല്ല, അവളുടെ മുട്ടുകാലിയുണ്ടല്ലോ. പത്രോസ് പുണ്യാളോ പാനപാത്രങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടാറായില്ലേ? എന്നാ എന്തുവാ? പിന്നെ ഞാൻ ഉടുപ്പൂജ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളാര് തുണി പോവാഞ്ഞ നന്നായി. വാങ്ങിച്ചു കുടിയടാ, അവന്റെ ഒരു പേടി. എനിക്ക് വേണ്ട, കോള മതി. കൊളവാക്കരുത്. എനിക്ക് ഒഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാ ഒഴിച്ചത്? പന്തിയിൽ പക്ഷാഭേദം പാടില്ല കുഞ്ഞെ. നിങ്ങൾ 5 പേരുടെ കാരണന്മാര് എന്നോട് പറഞ്ഞത് 5 പേരും ഒരുപോലെ നോക്കണമെന്നാ. പത്രോസേട്ടോ, എന്റെ ഒരു ഉത്തരവാദിത്തല്ലേ, അതങ്ങോട്ട് വലിച്ചു കുടിച്ചേ. തന്റെ ഒരു ഉത്തരവാദിത്തം കൂൾ ഡ്രിങ്ക്സ് അകത്തില്ലേ? ഉണ്ട്. അച്ഛനായിരിക്കും. അതെങ്കിലും 10 മണിക്കല്ലേ? പള്ളിയിലച്ഛനല്ലടോ, എന്റെ അച്ഛൻ. ഞങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുമ്പോ ഇതെടുത്ത് മാറ്റി വെക്കണമെന്ന്. ഇയാൾ ഇതെടുത്തിട്ട് പറ, ഞങ്ങൾ മോളിൽ ഇരുന്ന് പഠിക്കാന്ന്. അച്ഛാ, ഞാൻ പത്രോസാണ് ലേറ്റ് ആയത്. പഠിക്കാന്ന് പറ. പഠിക്കല്ല, പഠിക്കുക. അത് പിന്നെ പ്രത്യേകം പറയണോ? മക്കള് പഠിത്തമല്ലേ. ആ പഠിത്തം തുറന്ന് പുസ്തകം തുറന്നിട്ട് ടെറസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്ത് രസമാണെന്നറിയോ? പുസ്തകം താഴെ വെക്കൂല. അക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രീറ്റാ. മോനെ വിളിക്കണ്ടേ? വേണ്ടേ? അപ്പൊ പിന്നെ അവർ പഠിത്തം കഴിഞ്ഞിട്ട് വിളിക്കാം. ഈ ക്ഷമിച്ചാക്ക് ശരി. എന്റെ വ്യാകുല മാതാവ്, ഓർക്കാപ്പുറത്ത് ഭാർഗവ മുതലാളിയിട്ട് വന്നു കയറി ഞാൻ എന്നാ ചെയ്യും? സ്ട്രീറ്റ് ആണെന്നല്ല താനിപ്പോ ഫോണിൽ പറഞ്ഞത്. അച്ഛൻ വന്നോട്ടെ, തന്നെ ഇപ്പൊ നാഷണൽ ഹൈവേ ആക്കും. അപ്പൊ ഞാൻ നോ എൻട്രി ബോർഡ് വെക്കും. എന്ന് വെച്ചാ ഞാൻ ഭീമ, ഇതെടുത്ത് അങ്ങോട്ട് കഴിക്കുക. തന്റെ സംഭ്രമം ഒന്ന് മാറട്ടെ. എന്റെ വ്യാകുല മാതാവ്, ഞാനിത് കൈ കൊണ്ടുപോടൂല. എന്നാ കൈ കൊണ്ടുപോടണ്ട. ഇതെങ്ങനെ കുടിക്കോടാ? അതിലല്ല സ്ട്രോ. അച്ചാറാ? അത് ഇന്നലെ സത്താറ് കൊണ്ടുപോയി. സത്താറിലുണ്ടൊരു ബാറ്. ഇങ്ങനെ പറഞ്ഞേ, അങ്ങനെ അണ്ണാക്കിലേക്ക് കിട്ടോ. അജ്മലെ നിന്നെ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. ഇത് അപ്പനക്കേറി അന്തപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണല്ലോ മോനെ. കോണക്കകത്ത് കീടനാശിനിയാണെന്ന് പത്രത്തിൽ വായിച്ചില്ലേ? അതാ. അതിനുള്ള മറമരുന്ന് ഇത് തന്നെ. ഇതാർക്കാണി കൊണ്ടുപോകണം? ഇതൊരു വർഗ സ്നേഹമാണെന്ന് ചോദിച്ചു. ഞാനൊരു കോഴിയാണെന്ന് നിനക്കറിയില്ലേ? അതെനിക്ക് മനസ്സിലായി. ഒന്ന് നീ കയറ്റിക്കും. ഒരു കഷ്ണോ? അതിന്റെ പട്ടിയെടുക്കും. 3 കിണ്ണം പീസ് ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.